ശ്രീ ഫ്രാൻസിസ് ആൽബർട്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതുപോലെ തന്നെ ജാതിയിലേക്ക് മതത്തിലേക്ക് ആളെ കൂട്ടാൻ ഈ സംവരണം ഉപയോഗിക്കുക എന്നുള്ള തന്ത്രമാണ് ലത്തീൻ അധ്യക്ഷന്മാർ മതമേലധ്യക്ഷന്മാർ തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ലത്തീൻ കത്തോലിക്ക ഐക്യവേദി ഭാരവാഹി എന്ന രീതിയിൽ താങ്കൾ നേരത്തെ പറയുകയുണ്ടായി, അർഹമായ ഒരു ആനുകൂല്യം ഈ സമുദായത്തിലുള്ളവർക്ക് നഷ്ടമാവുകയും ഈ സമുദായത്തിലേക്ക് കടന്നു വരുന്നവർക്ക് ആനുകൂല്യം ലഭ്യമാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സഭാ നേതൃത്വം തന്നെ സ്വീകരിക്കുകയാണ് അല്ലേ? തലയെണ്ണി ആളെ കൂട്ടുന്ന, മതത്തിലേക്ക് ജാതിയിലേക്ക് ആളെ കൂട്ടുന്ന ഒരു സമീപനം. ഏത് തരത്തിൽ ഇതിനെ നേരിടാൻ അല്ലെങ്കിൽ നിയമ നടപടികളായി കഴിഞ്ഞാലും ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനം? പക്ഷേ എനിക്ക് പറയുവാനുള്ളത്, ആളെ കൂട്ടി സഭയിൽ തലയെണ്ണം കൂട്ടാനുള്ളൊരു പ്രവണതയുണ്ടെന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ മറിച്ച് ബഹുമാനപ്പെട്ട ലാബൻ യേശുദാസൻ അച്ഛൻ പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റുകളിൽ എനിക്ക് ശ്രദ്ധ ചെലുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ തിരുവനന്തപുരം അതിരൂപത വൈദികനായതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് ലാറ്റിൻ ആർച്ച് ബിഷപ്പ് എന്ന് കാണിച്ചപ്പോൾ, ബിഷപ്പേഴ്സ് എന്ന് കാണിച്ചപ്പോൾ കുറച്ച് ഒന്ന് മയപ്പെടുത്തി സംസാരിച്ചത്. അത് മയപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. കാരണം നെയ്യാറ്റിങ്കര അതിരൂപതയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരെയാണ് മുൻനിരയിൽ നിർത്തുവാനായിട്ട് ഈ ചർച്ചയിൽ ഞാൻ കാണപ്പെടുന്നത്. പക്ഷേ മുമ്പിരുന്ന ആർച്ച് ബിഷപ്പിൻ്റെ കാലഘട്ടങ്ങളിലാണ്, തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പിൻ്റെ കാലഘട്ടത്തിലാണ് ഇപ്രകാരമുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഒരുപാട് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ വന്ന ആർച്ച് ബിഷപ്പ് അതിനെ തുടരുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ നെയ്യാറ്റിങ്കര രൂപതയിൽ മാത്രമല്ല, നമുക്ക് മതം മാറി അല്ലെങ്കിൽ വന്നിട്ടുള്ള നാടാർ സമുദായത്തിലുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് തിരുവനന്തപുരം അതിരൂപതയെ വിഭജിച്ച് നെയ്യാറ്റിങ്കര രൂപത കൊടുത്തത്. എന്നാൽ പോലും തിരുവനന്തപുരം അതിരൂപതയിലും ചില ഇടവകകൾ നാടാർ സമുദായത്തിലുള്ള സഹോദരങ്ങളുണ്ട്. അപ്പോൾ അവിടെയുള്ളവർക്കും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാത്തിരിക്കുന്നവർക്കും തിരുവനന്തപുരം അതിരൂപതയും ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയുവാനുള്ളത്, തീർച്ചയായിട്ടും ഇതൊക്കെ വീക്ഷിക്കുന്ന രൂപത അധ്യക്ഷനും രൂപത അധികാരികളും ഉടനെ ശക്തമായി ഇതിലിടപെടുകയും ഇവയിലുള്ള തെറ്റുകൾ തിരുത്തുവാൻ മുന്നോട്ട് വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും സമയപരിമിതി കൊണ്ട് മാത്രം ഇടപെടുകയാണ്. അത്തരം തെറ്റുകൾ തിരുത്താൻ അവർ തയ്യാറാകട്ടെ. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ചുരുങ്ങിയ വാക്കുകളിൽ. തെറ്റ് തിരുത്തണം എന്ന് തന്നെയാണ് പ്രതീക്ഷ. തിരുത്തിയില്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുണ്ട്, തിരുത്തിക്കും. ഇത് ഇവിടെ നടക്കുന്ന അഴിമതി കേന്ദ്രത്തിൽ ശ്രദ്ധപ്പെടുത്തിയാലും അത് ശ്രദ്ധ തന്നല്ലോ. എന്തായാലും അവരത് തയ്യാറായി ഇത്തരത്തിലുള്ള കുറ്റം ഇനിയും ചെയ്തു കഴിഞ്ഞാൽ സാധാരണക്കാരൻ്റെ കയ്യിൽ വെക്കേണ്ടതല്ല കയ്യാമം, ബിഷപ്പിനും വയ്ക്കും. അത് കാണേണ്ടി വരും, അത്രയേ ഉള്ളൂ.